ഞാൻ ഈ ഒരു ഫുട്ബോൾ പ്രാന്തനാണ്. ഈ മെസ്സിയുടെ കളിയിൽ കണ്ടാൽ ഞാൻ ഉണ്ടാക്കിയപ്പോ, ഈ വരുമാനം ഉണ്ടാക്കിയപ്പോ എന്റെ കൂടെ സാധാരണക്കാരായ 10ഓളം ആളുകള് 1 കോടി രൂപ കൂടുതൽ ഈ കൂടെ വന്നവരെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഇതുപോലെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ഇക്കണോമിസ്റ്റ് അദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരന് എംപ്ലോയി സെൽഫ് എംപ്ലോയി സെഗ്മെന്റിൽ നിന്ന് ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് മാറാൻ ലോകത്തൊരൊറ്റ ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. According to Robert Kiyosaki, without experience, without investment, without any qualification, anybody can do. ഏതാണ് ഓപ്പർച്യൂണിറ്റി? റോബർട്ട് കിയോസാക്കി പറയുന്നത് ആ ഓപ്പർച്യൂണിറ്റിയുടെ പേര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്നാണ്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി? പലരും അറിയാത്ത കാര്യമാണ്. എന്താണ് ഇൻഡസ്ട്രി? സർ, ഞാൻ ഇവ ചേർന്നു. ചേർന്ന് പറയില്ല, ഞാൻ ചേർന്നു. സർ, ഞാൻ ഇവ ചേർന്നു. എന്താ ചേർന്ന്? ഞാൻ എന്നോട് ചേർത്തി. സുഹൃത്തുക്കളെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ബിസിനസ് ആരും ചേരുകയില്ല. നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ട ഒരു സംഭവം ആയതുകൊണ്ട് നമ്മളിപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്യുവർലി ബിസിനസ് ഓപ്പർച്യൂണിറ്റി. സാധാരണക്കാരായ വ്യക്തിക്ക് ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എന്താ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് രാജ്യത്ത്, ലോകത്ത് ഒരുപാട് മാർക്കറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. അതിലൊരു സംവിധാനമാണ് ഡയറക്ട് സെല്ലിംഗ് ഓർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ടുള്ള കച്ചവട രീതി. പലരും പറയുന്നത് ഹറാമാണ്, ചിലർ പറയുന്നത് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്, ആളെ പിടിക്കുന്ന പരിപാടിയാണ്. പലതും ആളുകൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ സൈഡ് കേട്ടതുകൊണ്ടാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് പ്യുവർലി ബിസിനസ് ആണ്. വാട്ട് ബിസിനസ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ടുള്ള കച്ചവട രീതി. ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേറെ ഏത് മാർഗം നമ്മുടെ നാട്ടിലുള്ളത്? ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കണം. മാനുഫാക്ചർക്ക് എന്ത് മാർഗമുണ്ട്? മാനുഫാക്ചർ നേരിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പൊ മാനുഫാക്ചർ പറയുന്നു, എന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. അഥവാ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് മാനുഫാക്ചർ പറയാണ് ബൾക്കായിട്ട് സെയിൽ നടക്കണം. അതിന് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് കൂടിയിട്ട്, നിങ്ങൾക്ക് സബ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. എന്താ സബ് ഡിസ്ട്രിബ്യൂഷൻ? നിങ്ങൾക്ക് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ തന്നു. ഈ ഡിസ്ട്രിബ്യൂഷൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറെ ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ അവർ ചെയ്യുന്നതിൽ നിന്നും ഒരു വിഹിതം കമ്പനി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അപ്പൊ അത് തെറ്റല്ലേ? അതാണ് ചില ആളുകളുടെ വിഷയം. അവർ ചെയ്യുന്നതിൽ നമുക്ക് തരുന്ന തെറ്റല്ലേ? അവരങ്ങനെ ചുമ്മാ വന്ന് ബിസിനസ് ചെയ്യാനോ? അല്ല, അവരെ വളർത്തിയെടുക്കണം, അവരെ ട്രെയിനിങ് പഠിപ്പിക്കണം. കൊച്ചു കുട്ടിയെ വളർത്തി വലുതാക്കി വലിയ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നത് വരെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു അതേ ഉത്തരവാദിത്വം ഒരു സ്പോൺസർക്കുണ്ട്. എന്നിട്ട് പറയാ ആ പൈസ ശരിയല്ല. ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഇത്രേ ഉള്ളൂ. എല്ലാ ബിസിനസ്സുകാരും ഉണ്ടാക്കുന്ന പൈസയും അതർ പീപ്പിൾ മണി, അതർ പീപ്പിൾ ടൈം, അതർ പീപ്പിൾ ലേബർ. മറ്റു വ്യക്തികളുടെ സമയവും മറ്റു വ്യക്തികളുടെ ജോലിയും മറ്റു വ്യക്തികളുടെ പണവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ലോകത്തെ ഏത് സമ്പന്നനും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരെ വിളിക്കുന്ന പേര് എംപ്ലോയി എന്ന് വിളിക്കുന്നു. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നവരെ എംപ്ലോയി എന്ന് വിളിക്കുന്നു. സ്വന്തം ഒരു പ്രൊഫഷൻ പഠിച്ച് വർക്ക് ചെയ്യുന്നവരെ സെൽഫ് എംപ്ലോയി എന്ന് വിളിക്കുന്നു. എംപ്ലോയി ഉണ്ട്, സെൽഫ് എംപ്ലോയി ഉണ്ട്. നമ്മുടെ ജോലി എന്താണ്? നമ്മുടെ എംപ്ലോയി സെൽഫ് എംപ്ലോയി അല്ല. നമ്മുടെ ഓൺ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ബിസിനസ്.
You can start your own business. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നഷ്ടസാധ്യതയില്ല. നഷ്ടസാധ്യതയില്ലാത്ത ബിസിനസ്സോ അതെ, നഷ്ടസാധ്യതയില്ലാത്ത ബിസിനസ്. യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ടെക്നോളജി വളർന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പല ആളുകളും പല തരത്തിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലോകത്തിലെ one of the best opportunity, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. ഇൻഡസ്ട്രി കമ്പനി പലരും വിചാരിച്ചത് പ്രൊഡക്റ്റ് മാത്രമാണ് ഇൻഡസ്ട്രി കമ്പനി വിൽക്കുന്നത് എന്നാണ്. അല്ല, ഇൻഡസ്ട്രി കമ്പനി പ്രൊഡക്റ്റ് വിൽക്കുന്നു, അതിന്റെ കൂടെ ഈ കമ്പനി ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റി? ഇന്ന് ഇന്ത്യക്കാരുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്, നാളെ നിങ്ങൾക്ക് ലോകം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്. മലപ്പുറം ജില്ലയിലെ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തില് നന്നപ്പുറം പഞ്ചായത്തില് വെള്ളിയാപ്പുറം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് അവിടെ ജീവിച്ച് അവിടെ മരിക്കേണ്ട മുഹമ്മദ് അലി ഇന്ന് എന്റെ ബിസിനസ് ഈ മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് കോഴിക്കോട് മാത്രമല്ല, ഓൾ ഓവർ കേരളയിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും എന്നീ ബിസിനസ് ഉണ്ടായി. എങ്ങനെയാണ് ബിസിനസ് ഉണ്ടായത്? സിമ്പിൾ ആണ്. എന്റെ പരിചയക്കാരന് ഞാൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുത്തു, അവരവരുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു, അവരിലൂടെ വളർന്ന് 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 സാധാരണഗതിയിൽ ഈ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണ ഞാൻ പണ്ട് കേട്ട ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു. ഒരാപ്പിള് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ആ ആപ്പിളിനകത്ത് എത്ര കുരുണ്ട് എന്ന്, അതിനെത്ര സീഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരാപ്പിള് കട്ട് ചെയ്ത് കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സീഡ് കുഴിച്ചിട്ടാൽ ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ അതിലൂടെ എത്ര ആപ്പിള് മുളയ്ക്കുമെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. നമ്മുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മുടെ വർക്കിംഗ് അവർ വർദ്ധിപ്പിക്കാം. നമ്മുടെ കഴിവിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ലാതെ, ഒരു 5 പൈസ പോലും മുതൽ മുടക്കില്ലാതെ ഏത് സാധാരണക്കാരും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. സോ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത് എന്തായിരുന്നു? ഇതുവരെ കേട്ടത് ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം. യെസ് ഓർ നോ? ഹലോ, ഇൻഡസ്ട്രിയിലൂടെ ആഴ്ചയിൽ എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം? 2,50,000 ആണല്ലോ. അതിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻഡസ്ട്രിയിൽ ഉണ്ടോ? ഉണ്ടോ? എത്ര വരെ ഉണ്ടാക്കാം? അൺലിമിറ്റഡ്. 4 കണക്കുണ്ടാവുമല്ലോ. ഇൻഡസ്ട്രി ബിസിനസ്സിലൂടെ എത്ര വരുമാനം ഉണ്ടാക്കാം? മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഐഡി 49,422. 49,422. ഇതിൽ ഒരു സൈഡില് ഈ ഓർഗനൈസേഷൻ മിസ്റ്റർ രാജേഷ് കുമാർ സാറിന്റെ ഓർഗനൈസേഷൻ ഒരു സൈഡിൽ, മറു സൈഡിൽ മിസ്റ്റർ ദിലീപ് സാർ ആൻഡ് ഷാജി സാർ അടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ. ഒരു ഐഡി ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയാൽ എനിക്ക് മുകളിലേക്ക് എത്ര ഐഡി വേണമെങ്കിലും ബർത്ത് വേണമെങ്കിലും കമ്പനി തരുന്നു. ഹലോ, മുകളിലേക്ക് ബർത്ത് ഓപ്പൺ ചെയ്തൊരു കമ്പനി. ഈ ഐഡി പവർ സൈഡ് ആയിട്ട് ലെസർ സൈഡിലെ മുകളിലേക്ക് ബർത്ത് ഓപ്പൺ ആവും. ഹലോ, ഇപ്പൊ കേട്ടതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഇത് എന്നോട് ഇത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതെന്നെ അവർക്ക് പ്രയാസമായിരിക്കും, എങ്കിലും ഞാനത് പറയാം. ഹലോ, കസേരയുടെ കാലം പിടിച്ചാൽ മതി. ഹലോ, ഇൻഡസ്ട്രി ബിസിനസ്സിലൂടെ ഒരാൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ബോണസിന്റെ പേര് സിംഗിൾ ടീം റവന്യൂ എന്നാണ്. എന്താണ് സിംഗിൾ ടീം റവന്യൂ? എക്സാമ്പിൾ, ദിസ് ഈസ് മുഹമ്മദ് അലി. ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2. ഇത് മാച്ച് ആവുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് 2.5 lakh വീക്കിലി ഇൻകം, മന്ത്ലി 10 lakh rupees ആണല്ലോ. Yes or no? Yeah. ഇത് ഇപ്പൊ ബ്ലാക്ക് ഡയമണ്ട് ആവുന്നത് വരെ ഇങ്ങനെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആയാൽ മുകളിലേക്ക് നമുക്ക് ബർത്ത് ഓപ്പൺ ആവും. ഓർഗനൈസേഷൻ 3 നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓർഗനൈസേഷൻ 4, ഓർഗനൈസേഷൻ 5 ഇങ്ങനെ എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എന്റെ ലെഫ്റ്റ്
ഈ മേഡം വന്നു, നജ്മ മേഡം. ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ വൈസ് പ്രസിഡന്റ് ടീം വന്നു. ഈ രണ്ട് ഓർഗനൈസേഷൻ വളർന്നു. ഈ ഐഡി 50,000 PV മാച്ച് ചെയ്തു. രണ്ടുപേരും സീലിംഗ് അച്ചീവർ ആയാൽ ഈ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലെത്തും. അപ്പം കിട്ടുന്ന വരുമാനം 2,50,000 ആഴ്ചയിൽ. റാങ്ക് മെയിൻ്റനൻസ് റവന്യൂ ആഴ്ചയിൽ 50,000. 2,50,000 പ്ലസ് 50,000 എത്രയായി? 3 ലക്ഷം. ഇൻറ്റു 4 മാസം 12 ലക്ഷം. കോ ആപ്ലിക്കന്റ് അഥവാ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 50,000 വേറെ. എത്രയായി ടോട്ടൽ? 12,50,000. ഇതാണ് ബ്ലാക്ക് ഡയമണ്ട് റാങ്കിലെ ഒരു എനിക്ക് അടുത്ത മുകളിൽ ഒരാളെ കൂടി പോസ്റ്റ് ചെയ്യാം. ഒരാളെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് എനിക്ക് പവർ സൈഡ് ആവും, അത് ലെസർ സൈഡ്. അതാണ് ഓർഗനൈസേഷൻ 3. ഇവിടെ 1 ലക്ഷം GB മാച്ച് ചെയ്താൽ 1 ലക്ഷം GB ഗ്രൂപ്പ് കോഡിൽ 1 ലക്ഷം GB എങ്ങനെ മാച്ച് ചെയ്യാം? 1 ലക്ഷം GB ഗ്രൂപ്പ് കോഡ് എങ്ങനെ മാച്ച് ചെയ്യാം? സോ സിമ്പിൾ, സോ സിമ്പിൾ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഹലോ, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ ആ ഐഡിയുടെ താഴെ ഒരു ബ്ലാക്ക് ഡയമണ്ട് വന്നാൽ മതി. ഹലോ, ആ ഐഡിയുടെ താഴെ 50,000 പേർ മാച്ച് ചെയ്ത ഒരാൾ വന്നാൽ മതി. ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ബർത്ത് ഐഡിയിൽ വന്നു കഴിയുമ്പോൾ ആ ഐഡിയിലൂടെ കിട്ടുന്ന സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് വീക്ക്ലി 5 lakh rupees. നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് എത്ര ബർത്ത് ഐഡി വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. മുമ്പ് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും വലിയ വിഷമവും സങ്കടം എന്ന് പറയുന്നത് പെൺകുട്ടികളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നതായിരുന്നു. ഇന്ന് നിങ്ങളൊരു രക്ഷിതാവിനോട് ചോദിക്കണം, ആ രക്ഷിതാവിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് ചോദിച്ചാൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതല്ല, തൻ്റെ ആൺമക്കൾക്കൊരു ജോലിയാവുക എന്നുള്ളതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ബർത്ത് ഐഡിയിൽ നമ്മൾ ഓരോരുത്തരും കമ്പനി ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞത് 3 ബർത്ത് ഐഡി ആയിരുന്നു. അത് ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് കമ്പനി നമുക്ക് ചാൻസ് തന്നു. മൂന്നാമത്തെ ഓർഗനൈസേഷനിൽ ഇവിടെ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12.5 ലക്ഷം രൂപ ഓൾറെഡി ഒരാഴ്ചയിൽ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന 5 ബർത്ത് ഐഡി ഉണ്ടെങ്കിൽ 5 ബർത്ത് ഐഡി പോസിബിൾ ആണോ? പോസിബിൾ ആണോ? പോസിബിൾ ആണോ? ഇൻഡസ്ട്രികൾ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ നിയമം ഇല്ലായിരുന്നു. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ന് ഇന്ത്യയില് കേരളത്തില് നല്ല ഒരു വ്യക്തമായ മാനദണ്ഡം ഈ ബിസിനസ് ചെയ്യാൻ 100% ലീഗലായിരുന്നു. പണ്ട് നമ്മളോട് പറയുമായിരുന്നു, നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കണം. എന്റെ സുഹൃത്തുക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഏത് ജോലിയാണ് ഇനി നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ജോലി? ഏത് ജോലിയാണ് നിങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മേഖല? നമ്മുടെ രാജ്യത്ത് 2 കാറ്റഗറിയാണ് ജോലിയുള്ളത്. ഒന്ന് ഗവൺമെന്റ് സെക്ടർ, 2 പ്രൈവറ്റ് സെക്ടർ.
പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗവൺമെന്റ് സെക്ടറിനെ കുറിച്ച് മനസ്സിലാക്കുക. ഗവൺമെന്റ് സെക്ടർ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ, ഗവൺമെന്റ് മേഖലയിൽ ജോലി റിസൈൻ ചെയ്താലും ജോലി ഫിനിഷ് ചെയ്താലും പെൻഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് രാജ്യത്തിന്റെ നികുതിയുടെ ബഹുഭൂരിപക്ഷവും പെൻഷന് പോകുന്നത് കൊണ്ട് അധികം വൈകാതെ പെൻഷൻ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കാൻ പോകുന്നു. ചില മേഖലകളൊക്കെ അത് നടപ്പിലാക്കി തുടങ്ങി. ഗ്ലാമർ ജോലി പരിവേഷം വന്നിരുന്നത് പെൻഷൻ ഉണ്ട് എന്ന കാരണത്തിലായിരുന്നു. എല്ലാ മേഖലയും ഒരു രാജ്യം ഡെവലപ്ഡ് കൺട്രി ആവുന്ന സമയത്ത് ഗവൺമെന്റ് എല്ലാ മേഖലയും ഗ്രാജുവലി പ്രൈവറ്റ് വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകും. KSTB പ്രൈവറ്റ് ആക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നു. KSRTC സ്വിഫ്റ്റ് ബസ് വന്നു, പ്രൈവറ്റ് ആണ്. ഓരോ മേഖലയും ഈ മെല്ലെ ഈ ഒരു മേഖല വന്നുകൊണ്ടിരിക്കും, പ്രൈവറ്റ് വൽക്കരണം. ഗവൺമെന്റ് മേഖലയുടെ ഓപ്പർച്യൂണിറ്റി സിറ്റുവേഷൻ ഇതാണ്. പിന്നെയുള്ളത് പ്രൈവറ്റ് മേഖലയാണ്. എന്താ പ്രൈവറ്റ് മേഖലയുടെ സിറ്റുവേഷൻ? പ്രൈവറ്റ് മേഖലയിൽ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രായം 20-22 വയസ്സാണെന്ന് വിചാരിക്കുക. 22ാമത്തെ വയസ്സ് മുഹമ്മദ് അലി നന്നായി ജോലി ചെയ്യുന്നു. കാരണം ഞാൻ ബാച്ചിലർ ആണ്. എന്റെ മുഴുവൻ പ്രൊഡക്ടിവിറ്റിയും എനിക്ക് കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. എന്റെ കല്യാണം കഴിഞ്ഞു, ഭാര്യയായി, മക്കളായി, റെസ്പോൺസിബിലിറ്റിയായി 10 കൊല്ലം അഥവാ 32-33 വയസ്സാകുമ്പോഴത്തേക്കും കമ്പനി എന്നെ മാറ്റി. കാരണം എനിക്ക് സാലറി 1 lakh rupees ആയിരിക്കും. എന്നെ മാറ്റി ക്യാമ്പസ് ഇന്റർവ്യൂവിലൂടെ പുതിയ ആളെ റിക്രൂട്ട് ചെയ്യുന്നു. അവന് കൊടുക്കേണ്ട സാലറി ഒരു 20,000. മുഹമ്മദ് അലിയേക്കാൾ പ്രൊഡക്റ്റീവ്, മുഹമ്മദ് അലിയേക്കാൾ എനർജറ്റിക്. ഇതാണ് പ്രൈവറ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അഭ്യസ്തവിദ്യരായ പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കാൻ ഒരിക്കലും നമ്മുടെ മേഖല കൊണ്ട് തികയുന്നില്ല. 2-3 വർഷത്തിലൂടെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് സുഹൃത്തുക്കളെ ബിരിയാണി കഴിച്ച് ഉറപ്പുമല്ലേ? ഉറപ്പൊക്കെ പോകും. നമ്മുടെ സിൻസിയർ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി വരികയാണ്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? IBM വാട്സൺ ഒക്കെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി യന്ത്ര മനുഷ്യനെ തയ്യാറാക്കി വെച്ചതാണ്. യന്ത്ര മനുഷ്യന്റെ മുമ്പിൽ ചെന്നാൽ യന്ത്ര മനുഷ്യൻ പറയും, നിനക്ക് ഇന്നാലിന് അസുഖം വരാൻ സാധ്യതയുണ്ട്, പോയി ഇപ്പോഴേ പ്രിവെൻഷൻ ചെയ്യണം. ഹെൽത്ത് മേഖലയിൽ വരുന്നു. നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി AI-യുമായിട്ട് ഒരു വിധി പറയാൻ AI-യുമായി ഡിസ്കസ് ചെയ്ത വാർത്ത പത്രങ്ങളിൽ വന്നിരുന്നു. ഇന്ത്യയിലടക്കം അത് വന്നു. അധികം വൈകാതെ നിയമ മേഖലയിലും ഈ AI വരും. നിർമ്മിത ബുദ്ധി ഡോക്ടേഴ്സിന്റെ മേഖലയിൽ വരും, അഡ്വക്കേറ്റിന്റെ മേഖലയിൽ വരും, എഞ്ചിനീയർമാരുടെ മേഖല. നിങ്ങളുടെ പഴയ വീടിന്റെ സ്ട്രക്ചർ AI-ക്ക് കൊടുത്താൽ മതി. AI അത് വളരെ ഭംഗിയുള്ള അടിപൊളി മോഡലായിട്ട് നിങ്ങൾക്ക് വരച്ചത്. എവിടെ എഞ്ചിനീയറുടെ ആവശ്യം? എത്ര പേർക്ക് പോസിബിലിറ്റി ഉണ്ടാവും? ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കണം. എയർ ടാക്സി ദുബായിൽ വരുമെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇന്ത്യയിലും അതിന്റെ കൂടെ തന്നെ വരുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തയിൽ വായിച്ചു. 2025 എയർ ടാക്സി വരും. എവിടെ? നമ്മുടെ ഇന്ത്യയിലും. ഇഷ്ടപ്പെട്ടില്ല? എന്താണ് എയർ ടാക്സി? എനിക്ക് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്റെ ആപ്ലിക്കേഷൻ വഴി, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഞാൻ ബുക്ക് ചെയ്യുന്നു. ഡ്രോൺ, ഡ്രൈവർ ഇല്ലാത്ത വണ്ടി, ഓട്ടോറിക്ഷ പോലെ 5 പേർക്ക് കയറാവുന്ന ഒരു വാഹനം എന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു. അതിൽ ഞാൻ കയറിയിരിക്കുന്നു. എന്നെയും കൊണ്ട് അത് പോകുന്നു. എയറിലൂടെ ഈ സാധനം പോയി എന്നെ കൊച്ചിയിൽ ഇറക്കുന്നു. കൊച്ചിയിൽ നിന്ന് വേറെ ആൾ ബുക്ക് ചെയ്യുന്നു. അയാളെ കൊണ്ട് ആ സാധനം വേറെ എവിടെയെങ്കിലും പോകും. ഇങ്ങനത്തെ എയർ ടാക്സി നമ്മുടെ നാട്ടിലേക്ക് വരാനിരിക്കും. 2025 കഴിയുമ്പോൾ ഒരു വയസ്സും 1.5 വയസ്സും 2 വയസ്സുമുള്ള കൊച്ചു കുട്ടികൾ പോലും ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ടെക്നോളജി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ഫാസ്റ്റ് ആയിട്ട്. നമ്മൾ ആലോചിക്കണം, കണ്ണടച്ചിരുട്ടാക്കണം നമ്മൾ. ഇതൊന്നും നടക്കാൻ പോണില്ല.
അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ നമ്പർ 10-ലായിരുന്നു, 10 സാമ്പത്തിക രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പൊ ഇന്ത്യ നമ്പർ 5-ലെത്തി. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുകയാണ്. നമ്മൾ കണ്ണടച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ബഹുദൂരം മുന്നിലാണ്. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നടക്കാത്ത കാര്യമാണോ? അങ്ങനെയല്ലല്ലോ. കാണാത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന പോലെ നമ്മളെല്ലാവരും ദുബായ് കണ്ടവരാണോ? അല്ല, എല്ലാവരും കണ്ടിട്ടില്ല. എന്നാ ദുബായ് അവിടെ ഉണ്ടോ? ഉണ്ട്. ചിലരെങ്ങനെയാണ് കാണാതെ വിശ്വസിക്കൂല. ടെക്നോളജി മനുഷ്യരെ ടാക്കിൾ ചെയ്യുന്ന തരത്തിലേക്ക് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറുമ്പോൾ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിക്കും. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ 1.5 മണിക്കൂറിലേറെ വന്നിരുന്നു. ഇന്ന് ഞാൻ എത്തിയത് 1 മണിക്കൂറും 5 മിനിറ്റ് കൊണ്ട്, 65 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ വീട്ടിലെത്തി മലപ്പുറത്ത്. 6 മണിക്കൂർ ഓപ്പൺ ആയാൽ 6.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് എവിടെ എത്താം? കാസർഗോഡ് തിരുവനന്തപുരം എത്താം. 6.5 മണിക്കൂർ സമയം കൊണ്ട്. യാത്രാ ചെലവ് വർദ്ധിക്കുമോ? വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വർദ്ധിക്കുമോ? വർദ്ധിക്കും. അതിനനുസരിച്ച് ജീവിത ചെലവ് വർദ്ധിക്കും. മുഖ്യമന്ത്രിയായോ പ്രധാനമന്ത്രിയായോ ചിന്ത പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാലത്തിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെക്നോളജി വരുമ്പോ, പുതിയ കാര്യങ്ങൾ വരുമ്പോ അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റികൾ വരും. 10 ലക്ഷം നമുക്ക് ജീവിത ചെലവിന് ആവശ്യമുണ്ടോ? ചിലർ ചിന്തിക്കുന്ന അതാണ്. മാസം 10 ലക്ഷത്തിന്റെ ആവശ്യമുണ്ടോ? മാസം 10 ലക്ഷം രൂപക്ക് ഇന്ന് ആവശ്യമില്ല. 2000-ൽ ഒരു കുടുംബം, 2000 കാലഘട്ടത്തിൽ ഒരു കുടുംബം കഴിയാൻ 10,000 രൂപ മതിയായിരുന്നു. 2020 ആയപ്പോഴേക്ക് 1 ലക്ഷം രൂപ വേണമെന്നായി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന 1 ലക്ഷം രൂപ വേണമെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചിലരോട് ഞാൻ 15,000 രൂപ കൊണ്ട് ജീവിക്കണ്ടല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. അതെന്തുകൊണ്ടാണ് അറിയോ? ഗവൺമെന്റ് ഒരുപാട് സബ്സിഡികൾ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് സബ്സിഡികൾ കട്ടി. ഇന്ത്യയില് ഇന്ന് 3 കാറ്റഗറി ആൾക്കാരാണുള്ളത്. ഇന്ത്യയിൽ ഇന്ന് 3 കാറ്റഗറി ആൾക്കാരുണ്ട്. ഏതൊക്കെയാ 3 കാറ്റഗറി? ഹൈ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോ ക്ലാസ് ഉണ്ട്. അല്ല, ഹൈ ക്ലാസ് മാസം 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ച് ആ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അവരാണ് ഹൈ ക്ലാസ്. നമ്മളൊക്കെ ഉൾപ്പെടുന്ന മിഡിൽ ക്ലാസ് ആണ്. 40%, 40% ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഉണ്ട്. ബാക്കി ലോ ക്ലാസ് ആണ്. സുഹൃത്തുക്കളെ, ഇന്ത്യ ലോകത്തെ നമ്പർ 3 സമ്പന്ന രാജ്യമായി മാറുമ്പോ, സാമ്പത്തിക രാജ്യമായി മാറുമ്പോ ഇന്ത്യയിൽ 2 കാറ്റഗറി ആളുകളെ ഉണ്ടാവും. ഒന്ന് ഹൈ ക്ലാസ്, ഒന്ന് ലോ ക്ലാസ്. മിഡിൽ ക്ലാസ് എന്ന വിഭാഗം ഇന്ത്യയിലാണ്. മിഡിൽ ക്ലാസ് എവിടെ പോകും? ഒന്നുകിൽ മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ താഴേക്ക് പോകും. എന്താ അതിന്റെ മാനദണ്ഡം? 2020 മുതൽ 2040 വരെ അതിന്റെ മാനദണ്ഡം ഏകദേശം 1,10,00,000. 2040 ആകുമ്പോഴേക്ക് അതിന്റെ കണക്ക് പറയുന്നത് 10 ലക്ഷം രൂപ മന്ത്ലി വേണ്ടി വരുന്നത്. എത്ര? 10 ലക്ഷം രൂപ. നിങ്ങൾ ആലോചിക്കണം, 10 ലക്ഷം ഒരു മാസം കഴിയാനോ? അവൻ 2040 10 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോ ഇൻഡസ്ട്രിയുടെ പ്ലാന് വളരെ നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 2016 തന്നെ മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം. അതുകൊണ്ട്
2020 കുടുംബം കഴിയാൻ വേണ്ട പണം 1,00,000 രൂപയാണെങ്കിൽ 20 വർഷം കഴിയുമ്പോഴേക്കും 2040 ആകുമ്പോഴേക്കും 10 ലക്ഷം രൂപയായിട്ട് ജീവിത ചെലവ് വരുമാനം കൂടേണ്ടി വരും. പ്രതിവർഷം 35% കണ്ടാണ് ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എത്ര? പ്രതിവർഷം 35%. ഈ ശതമാനം പറയുമ്പോൾ നമുക്ക് പൊട്ടുപോയ വരും. കാരണം പണ്ട് മുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈ വർഷം നിങ്ങൾക്ക് കഴിയാൻ 10,000 രൂപ വേണമെങ്കിൽ 2026-25 നിങ്ങളുടെ കുടുംബം കഴിയാൻ 13,500 രൂപ വേണ്ടി വരും. അഥവാ 3,500 രൂപ എക്സ്ട്രാ വേണം അടുത്ത വർഷം കൂടും. ഓരോ വർഷവും 3,500. ഇങ്ങനെ കൂടുമ്പോ ജീവിത ചെലവ് കൂടേണ്ടി വരുമോ? വരുമാനം കൂടേണ്ടി വരുമോ? അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റികളും വരും, സ്വാഭാവികം. ആ ഓപ്പർച്യൂണിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. സമ്പന്ന രാജ്യമാണ് അമേരിക്ക. ഹലോ, സമ്പന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. നല്ല ഹൈ ക്ലാസ് ആളുകളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതുപോലെ അതിദരിദ്രന്മാരായ ആളുകളുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ഈ ദരിദ്രന്മാർക്ക് ഇനി മുകളിലേക്ക് പോവുക എന്നുള്ളത് പോസിബിൾ അല്ല, ഇമ്പോസിബിൾ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സ്കില്ലുകൾ വേണം. ഒരു ഫുട്ബോൾ പ്ലെയർ ആവാം, അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആവാം. അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും മേഖല ഈ കുട്ടി അഭ്യസിച്ചെടുത്താൽ മാത്രമേ ആ കുടുംബം അവരുടെ പട്ടികയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യയിലും അധികം വൈകാതെ ഈ ഒരു സിറ്റുവേഷൻ വന്നു ചേരും. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇന്ന് എല്ലാം സെർച്ച് ചെയ്യണം. നമ്മുടെ ഒരുപാട് മേഖലകളുണ്ട്. പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത 6 ഡിക്കേഡ്സ്. ഹലോ, ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി എന്താണ്? മറ്റെല്ലാ മേഖലയിലും AI വരും. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഹലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതാണ് ഇൻഡസ്ട്രിയുടെ ക്യാപ്ഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുകയാണ്. ക്യാൻസർ വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത്, വരാതിരിക്കണോ നല്ലത്? അറ്റാക്ക് വന്ന് ചികിത്സിക്കുന്നതാണോ, വരാതിരിക്കുന്നതാണോ നല്ലത്? എല്ലാ അസുഖവും അങ്ങനെയാണ്. വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് പ്രാധാന്യമുണ്ട്. ഇതാണ് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം മനുഷ്യന് ഈ പ്രൊഡക്റ്റുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത 6 ഡിക്കേഡ്സ് അഥവാ അടുത്ത 60 വർഷം ലോകത്തിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ, വരുമാനമുണ്ടാക്കാൻ പോകുന്ന വിഭാഗം ആരെന്ന് ചോദിച്ചാൽ അത് വെൽനസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ തൊട്ടടുത്ത ആളുകളോട് സംസാരിച്ച് നോക്കി അറിയാൻ പറ്റും എന്തൊക്കെ അസുഖങ്ങളുണ്ട്. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, ജോയിന്റ് പെയിനുണ്ട്, ആർത്തറീസിന്റെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഇതിനെന്താ ചെയ്യേണ്ടത്? മരുന്ന് കഴിക്കണോ? അല്ല, മരുന്ന് രോഗം മാറ്റാനുള്ളതാണ്. ഇന്നുള്ള ജനങ്ങൾക്ക് രോഗമല്ല, ജീവിതശൈലിയിലെ വ്യത്യാസം കൊണ്ട് ശരീരത്തിന്റെ ഡിസോർഡർ എന്നാണ് ഇതിന് പറയും. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. ഡിസോർഡർ എന്താ ചെയ്യേണ്ടത്? ഓർഡർ ആക്കണം. കസേര തെറ്റിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കസേര ശരിയാക്കുകയാണ് ചെയ്യേണ്ടത്. ഡിസോർഡർ ഓർഡർ ആക്കുക, അല്ല കസേര മാറ്റല്ല, അല്ല ഇവിടെ പുതിയൊരു സാധനം കസേര പെയിന്റ് അടിക്കുകയല്ല. ദിസ് ഈസ് നോട്ട് എ ഡിസോർഡർ. ഡിസോർഡർ ഓർഡർ ആക്കണം. എന്താ ഓർഡർ ആക്കാൻ കൊടുക്കേണ്ടത്? ബോഡിക്ക് ആവശ്യമുള്ളത് കൊടുക്കണം, ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കണം. ശരീരത്തിന് ആവശ്യമുള്ളത് ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടോ? ഇല്ല. കഴിച്ചത് ഉച്ചയ്ക്ക് കഴിച്ചത് ബിരിയാണിയാണ്. എത്ര കാലറിയാണ് ആവശ്യമുള്ളത്? എത്ര നമ്മൾ കൊടുത്തു? അതുകൊണ്ടാണ് ഇരുന്ന് ഉറക്കം വരുന്നത്. So my dear friends, മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കാനും ആവശ്യമില്ലാത്തത് പുറന്തള്ളാനും വെൽനസ് പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി ഒരുപാട് കാലം നമുക്ക് നിലനിൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്, ഒരു മേഖലയാണ്.
സീലിംഗ് എന്ന എമൗണ്ട് തരുന്നത് കമ്പനി തരുന്ന 5 ലക്ഷം രൂപയാണ്. ഒരു ബർത്ത് ഓപ്പൺ ചെയ്താൽ 5 ലക്ഷം, 2 ബർത്ത് ഓപ്പൺ ചെയ്താൽ 10 ലക്ഷം. 5 ID നിങ്ങൾക്ക് സീലിംഗ് ആക്കാൻ പറ്റിയാൽ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 25 ലക്ഷം രൂപയാണ്. ആഴ്ച വരുമാനം 25 ലക്ഷം. 5% of the new GD on each birthday. ക്യാപ്പിംഗ് വരുന്നത് 5 ലക്ഷം. ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ റാങ്കിലെത്തിയ ആളുകൾക്കാണ് ഇപ്പോൾ കമ്പനി ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഒരു ബർത്ത് ID സീലിംഗ്, ഒരു ബർത്ത് സീലിംഗ് ആയി 5 ലക്ഷം. 5 ID ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ, അഥവാ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുപാട് എക്സിക്യൂട്ടീവ് ഡയമണ്ട്സ് ഫോട്ടോ നിങ്ങൾ കണ്ടു. 5 ബർത്ത് ഐഡിയിൽ ഇതുപോലെ 5 ഡയമണ്ടുകൾ ക്രിയേറ്റ് ചെയ്താൽ ആഴ്ച വരുമാനം കിട്ടുന്ന ഹയസ്റ്റ് ഇൻകം 25 lakh rupees വീക്കിലി, മാസം 1 കോടി. കമ്പനി സീലിംഗ് എമൗണ്ട് 10 ലക്ഷം കൊടുക്കുന്ന സമയത്തും പലരും ആൾക്കാർ ഇതുപോലെ കൈയടിക്കാതെ ഇത് കിട്ടും, നമുക്ക് കാണാം എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോ മുഹമ്മദ് അലി ഈ ബിസിനസ്സിലൂടെ മാസം 10 ലക്ഷം രൂപ വരുമാനമായി. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. This is an industry. ഇതൊരു വ്യവസായമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പലരും വിചാരിച്ചത് ഇത് ഇങ്ങനെ ചുമ്മാ അളച്ചെടുക്കുന്ന പരിപാടിയാണ്. അത് പണ്ട്. ഇപ്പോ വേറെ എവിടെയും നിങ്ങൾ നോക്കണ്ട, ഇൻഡസ്ട്രിയിൽ മാത്രം നോക്കിയാൽ മാസം 1000 കോടി വരുമാനം വാങ്ങുന്ന ആളുകൾ ഒരു കൊല്ലം 12 കോടി. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തുടങ്ങിയ അന്നത്തെ ഡേ 1ന്റെ അതേ എനർജിയും അതേ എക്സൈറ്റ്മെന്റും 8 വർഷം കഴിഞ്ഞ് ഇന്നും മുഹമ്മദ് 2000 രൂപ ആഴ്ചയിൽ വരുമാനം വാങ്ങി ആഴ്ച ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് അലിക്ക്. 2000 രൂപ ആഴ്ചയിൽ 0 വരുമാനം വാങ്ങിയ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞിരുന്നു ഇൻഡസ്ട്രി വഴിയിലൂടെ 2,50,000 കിട്ടും കിട്ടും കിട്ടും. ഇരുന്നുറങ്ങുന്നത് ഉച്ചയ്ക്ക് കാലിക്കറ്റ് ടവറിൽ വന്ന് നല്ല ബിരിയാണി കഴിച്ച് നമ്മൾ ഇരുന്നുറങ്ങുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റ് ഒരു കോടീശ്വരന്റെ സീറ്റാണ്. ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിക്കാം. നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്തെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്.
അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, അണ്ടർഎംപ്ലോയിഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം അത് ഇന്ത്യയാണ്. അൺഎംപ്ലോയിഡ്, അണ്ടർഎംപ്ലോയിഡ്. നിങ്ങൾ വലിയ മാളുകളിൽ നല്ല കടകളിൽ കയറുമ്പോൾ, ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലൊക്കെ കയറുമ്പോൾ വാതിൽ തുറന്നു തരുന്ന നല്ല സാരി എടുത്ത് നിൽക്കുന്ന, പുഞ്ചിരിച്ച് നിൽക്കുന്ന കുട്ടിയോട് ചോദിക്കണം, മോളെ എന്താ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത? അവൾ പറയും, ഞാൻ MBA കഴിഞ്ഞതാണ്, ഞാൻ MCA കഴിഞ്ഞതാണ്, ബട്ട് ഇപ്പോഴും ഞാൻ ഇവിടെയാണ്. കാരണം പഠിച്ചു എന്നതാണ് ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മേ ബി അതായിരിക്കും. ഞാൻ പറയുന്നത്, ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോകണം, അവരെ കാണണം, അവർക്ക് നിങ്ങൾ ഇൻഡസ്ട്രിയുടെ ഈ ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. സുഹൃത്തുക്കളെ, ജീവിതം എന്ന് പറയുന്നത് മെഴുകുതിരി പോലെ കത്തി തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പലരും വിചാരിച്ചു വെച്ചിട്ടുള്ളത് അതാണ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ട് ഞാൻ മരുഭൂമിയിൽ ഒരുങ്ങുന്ന ചൂടിൽ നിന്നുകൊണ്ട് കത്തിത്തീരേണ്ട, ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കൊടുത്ത് കത്തിത്തീരേണ്ടതാണ് എൻ്റെ ജീവിതം എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളതെങ്കിൽ ഇറ്റ്സ് എ റോങ്. അതൊരു തെറ്റായ മെസ്സേജാണ്, അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്ത് ഒരുക്കിത്തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമുക്ക് കൂടി വേണ്ടി ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ മലബാറിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ളത് ഗൾഫ് മേഖലയാണ്. 1950 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഗൾഫ് എന്ന് പറയുന്ന ആ സ്വപ്നം 2016 നിൽക്കുമ്പോഴും ഇന്നും ആളുകൾ പറയും ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. 950 തുടങ്ങിയതാണ്. എങ്ങനെയാണ് അന്ന് വന്നത്? ഈ കാലഘട്ടത്തെ കുറിച്ച് കൂടി നിങ്ങൾ പഠിക്കണം. 1980 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും വറുതിയുടെ കാലമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് ആരൊക്കെയോ വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ നിന്ന് സമ്പത്തുണ്ടാക്കി, വരുമാനമുണ്ടാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പലർക്കും തോന്നി ഗൾഫിൽ പോയാൽ ജീവിതം രക്ഷപ്പെടുത്താം, പച്ച പിടിപ്പിക്കാമെന്ന് പലർക്കും തോന്നി. അതുകൊണ്ട് ഇന്നും നമ്മുടെ നാട്ടില് ഗൾഫ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് ആളുകൾ ഇന്നും കൊണ്ട് നടക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ, വെൽനസ് ഇൻഡസ്ട്രിയുടെ ഡയറക്ഷൻ കമ്പനി ഇതിലൂടെ സാധാരണക്കാരായ 10 ആളുകൾ ഇന്ന് കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ നാളെ അത് 100 ആളുകളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ ഇൻഡസ്ട്രിയിലൂടെ വിജയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡായി മാറുമെന്നതിന് നിങ്ങൾ കാണുമ്പോൾ ആശങ്കയ്ക്ക്. ഇന്ന് നിങ്ങളോട് നോ പറയുന്നവൻ നാളെ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് എന്താണ് ഇൻഡസ്ട്രി എന്ന് ചോദിക്കാനും ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നതിനും ആളുകളെ ഇൻഡസ്ട്രിയിൽ വരാനുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. ഇത് നമുക്കുണ്ടായിരിക്കണം. ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാജ്യദ്രോഹിയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തില് ഗാന്ധിജി ഇവിടെ രാജ്യദ്രോഹിയായിരുന്നു. പക്ഷേ അതേ ഗാന്ധിജി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി ഇന്നും ഞാനും നിങ്ങളും അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് നോട്ട് അച്ചടിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇന്ന് നമ്മളെ മറ്റുള്ളവരെ ചിലപ്പോൾ അംഗീകരിക്കാൻ തയ്യാറാകില്ല. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, കാലാകാലം സൂര്യനെ മറക്കാൻ കാർമേഘത്തിലാവുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കേണ്ട.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബ്ലെസ്ഡ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഐഫോൺസും ഐകോഫിയും ഐസ്ക്രീമും ഐഗ്ലോയും ഗിമ്മീസും മാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ പോരാ, ഈ ഓപ്പർച്യൂണിറ്റി കൂടി, അവസരം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണം. നാളെ നമ്മളില്ലെങ്കിലും ജനങ്ങൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് പറയണം, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇന്ന് എന്റെ കുടുംബത്തിലെ വരുമാന മാർഗം ഞാനാണ്. ഇന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ കമ്പനിയിലൂടെ ഇന്ന് 1000 കുടുംബങ്ങളിലേക്ക് ഞാൻ വെളിച്ചമെത്തിക്കുന്നു. അതിന്റെ കാരണം 2024 നടന്ന ആ പ്രോഗ്രാമാണെന്ന് ജനങ്ങൾ പറയുമ്പോൾ നമ്മളില്ലെങ്കിൽ പോലും മാടിയപ്പൻ നമ്മളെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകൾ പറയണം. ഇത്തരത്തിലൊരു ഇൻഡസ്ട്രി ഇതിനാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് വരുമാനം മാത്രമല്ല കൊടുക്കുന്നത്, ഒരുപാട് ആളുകളുടെ ജീവിതം തിരിച്ചു കൊടുത്ത കമ്പനിയാണ് ഇൻഡസ്ട്രി. നിങ്ങൾക്ക് അറിയാമോ? പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഇമ്പാക്ട് ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഇവര് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരെവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരുടെ കൈകളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കുട്ടികൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ എന്ത് ചെയ്യുന്നു? പഠിച്ചത് നിങ്ങൾക്കറിയാം. ഒരുപാട് അനാശാസ്യ പ്രവണതകളിലേക്കും ഒരുപാട് പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ഇതേ യൗവനമാണ്. അതേ യൗവനം നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും മുതൽക്കൂട്ടാവുന്ന ചെയ്യുന്നത് ചെറിയ കാര്യമാണ് എന്നാലും വിശ്വസിക്കരുത്. നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന സമയത്ത്, CEO ആയിരുന്ന സമയത്ത് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അമിതാഭ് കാന്ത്, അദ്ദേഹം പറഞ്ഞത് ഒരു വാചകം ഇങ്ങനെയാണ്: യു ദ ഡയറക്ട് സെല്ലിംഗ് പ്രൊഫഷണൽസ്, യു ആർ ഡൂയിങ് എ വെരി റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ. ഇന്ത്യ മഹാരാജ്യം ഡെവലപ്ഡ് കൺട്രിയാണെങ്കിൽ അക്കോർഡിംഗ് ടു അമിതാഭ് കാന്ത് സാർ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: either you push direct selling or you push manufacturing. ഡയറക്ട് സെല്ലിംഗിന് നമുക്ക് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗിന് പുഷ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ഡയറക്ട് സെല്ലിംഗിന് പുഷ് ചെയ്യാൻ. യെസ് ഓർ നോ? ഒരേ മനസ്സിൽ ഒരേ ഫാമിലിയായിട്ട് നമുക്ക് അത് ഏറ്റെടുക്കാം. നമ്മളത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യണം. നാളെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നിവർന്ന് നിന്നുകൊണ്ട് പറയാൻ പറ്റണം, ഞാൻ കാരണം ഈ മേഖലയിലൂടെ 1000 കുടുംബങ്ങളിലേക്ക് ഞാൻ വെളിച്ചെത്തിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കണം. കൈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എത്രമേൽ പവർഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് വലിയ പ്രതിസന്ധി ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി, ഈ അവസരം നിങ്ങൾ വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രതിസന്ധികൾ വന്നേക്കാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ 2016 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രിയിലെ 1 കൊല്ലം കാണും, അത് കഴിഞ്ഞ് പൂട്ടുന്നു. 1 കൊല്ലം അഥവാ 2017 പൂട്ടും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പലരും അങ്ങനെ വിചാരിച്ച് ഈ ഇൻഡസ്ട്രി ഇട്ടേച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ 17 കഴിഞ്ഞ്, 18 കഴിഞ്ഞ്, 19 കഴിഞ്ഞ്, കോവിഡും കഴിഞ്ഞ്, കേസും കഴിഞ്ഞ്, രാജ്യത്തെ മുഴുവൻ ഏജൻസികളും അരിച്ചു പൊറുക്കിയിട്ടും ഇവിടെ നിന്ന് കള്ളത്തരമായിട്ട് ഒന്നും ഓരോ സംസ്ഥാനത്തെയും 3 സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികള് പറഞ്ഞു കഴിഞ്ഞു, ഇൻഡസ്ട്രി ഇന്ത്യയിലെ മുഴുവൻ നിയമവും പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇതിനേക്കാൾ വലിയ എവിഡൻസ് എന്താ വേണ്ടത്? ഇപ്പോഴും ആളുകൾ ഇൻഡസ്ട്രി കിട്ടുന്ന കാത്തിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിനൊരു ബേസ് ഉണ്ട്. ഈ ഇൻഡസ്ട്രിക്ക് ഇതിനൊരു ഡെപ്ത് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം.
ഇൻഡസ്ട്രി എന്താണ് ചെയ്യുന്നത്, ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലോകത്ത് ഒരുപാട് ഇക്കണോമികളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് സാമ്പത്തിക സമ്പ്രദായങ്ങൾ, ഒരുപാട് സമ്പ്രദായങ്ങൾ. അതില് സമ്പന്ന രാജ്യങ്ങളെ സമ്പന്ന രാജ്യമാക്കി മാറ്റാൻ സഹായിച്ചത് ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ്. ഇതൊരു രാജ്യമാണ്. രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പ്രതീക്ഷിച്ച വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം, ഇത് കൂടുമ്പോഴാണ് രാജ്യം ഡെവലപ്ഡ് കൺട്രിയായി മാറുന്നത്. പ്രതീക്ഷിച്ച മീൻസ് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം, ഇത് വർദ്ധിക്കണം. ഇത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു സിമ്പിൾ ലോജിക്ക് ഞാൻ പറയാം, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അറിയാൻ പറ്റും. ഇതൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം, അഥവാ ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സിസ്റ്റത്തിലൂടെ പ്രൊഡക്റ്റുകൾ നമ്മളെല്ലാവരും വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, നിങ്ങൾ എല്ലാവരും ചെലവാക്കുന്ന ഫണ്ട്, അഥവാ നമ്മളെല്ലാവരും സാധനം വാങ്ങുന്ന ഫണ്ട് ചെന്നെത്തുന്നത് മുമ്പേ തന്നെ സമ്പന്നന്മാരായ കുറച്ച് ആളുകളുടെ കൈകളിലേക്കാണ്. ഇതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ തൊട്ടടുത്ത നിയോജക മണ്ഡലമാണ്, തിരൂരങ്ങാടിക്കടുത്ത തൊട്ടടുത്ത നിയോജക മണ്ഡലമാണ് താനൂർ നിയോജക മണ്ഡലം. അവിടുത്തെ MLA ആണ് വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി, സ്പോർട്സ് കാര്യ മന്ത്രി. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്? അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ITCയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അദ്ദേഹം. ITC കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ. ITCയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ITCയുടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഒരാൾ ഉപയോഗിച്ചാലും കേരളത്തിൽ ഒരാൾ ഉപയോഗിച്ചാലും കേരളത്തിന് പുറത്തൊരാൾ ഉപയോഗിച്ചാലും അതിലൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വരുമാനം വരുന്നു. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം. 30 രൂപയുടെ സാധനം 70% എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് 100 രൂപക്കാണ് നമ്മൾ എല്ലാവരും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം, പരമ്പരാഗത കച്ചവട രീതി. ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു ബ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമ്പിൾ, ഡയറക്ട് സെല്ലിംഗ് ഒരു കമ്പനി, മുഹമ്മദ് അലിയാണ് ആദ്യത്തെ വ്യക്തി എന്ന് വിചാരിക്കുക. മുഹമ്മദ് അലി 2 പേരെ പരിചയപ്പെടുത്തി. ആ 2 പേരിലൂടെ അല്ലെങ്കിൽ 5 പേരെ പരിചയപ്പെടുത്തി. ആ 5 പേർ അടുത്ത 5 പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അതിലൂടെ ടീം വളർന്നു. ഇതൊരു രാജ്യമാണെന്ന് വിചാരിക്കുക. ഏറ്റവും ബോട്ടം ലെവലിലെ ബിസിനസ് നടക്കുമ്പോഴും 1000, 2000, 5000, 10000, 1 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം ആകുന്ന ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രി ഒരുപാട് രാജ്യങ്ങൾ എങ്ങനെയാക്കി മാറ്റിയത്. നമ്മുടെ നാട്ടില് ഈ മേഖല സ്റ്റോപ്പ് ചെയ്തു 2011 സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഫിക്കി അഥവാ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കിയും KPMGയും റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയാണ്. ഫിക്കിയും KPMGയും റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയാണ്. ലോകത്തിലെ ഒരുപാട് സമ്പന്ന രാജ്യങ്ങളെ അങ്ങനെയായി മാറാൻ സഹായിച്ച ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി. അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലും നിയമപരമായി അംഗീകരിക്കണം. ഇതേ അവസരമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണം? രാജ്യത്തെ ജനങ്ങളെ സാമ്പത്തികമായിട്ട് വളർത്താൻ കഴിയുന്ന, സാധാരണക്കാരനായ വ്യക്തിക്ക് ബിസിനസ്സുകാരനാവാൻ പറ്റുന്ന, രാജ്യത്തെ സമ്പന്ന രാജ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കണോ, നമ്മൾ ഇരിക്കണോ? ഹലോ, പണ്ടൊരിക്കൽ 2 സുഹൃത്തുക്കൾ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക സ്പോട്ടിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് മണൽ വാരുന്നവർ ദുഃഖിക്കും, മണൽ വാരാത്തവർ ദുഃഖിക്കും എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞു, എന്തായാലും ദുഃഖിക്കല്ലേ, ഞാൻ അല്പം മണൽ എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് പറഞ്ഞു, എന്തായാലും ദുഃഖിക്കല്ലേ, ഞാൻ എടുക്കുന്നില്ല എന്ന് വെച്ചു. അവിടെ എഴുതി വെച്ചത് വീട്ടിൽ ചെന്നിട്ട് ഇത് തുറക്കാവൂ എന്നാണ്. അവിടെ നിന്ന് മണലെടുക്കാത്ത സുഹൃത്ത് 2 പേരും വീട്ടിലെത്തിയതിനു ശേഷം അവരെടുത്ത മണലവര് തുറന്നു നോക്കിയപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ആ മണൽത്തരികൾ സ്വർണ്ണത്തരികളായി മാറിയിട്ടുണ്ടായിരുന്നു. എടുത്തവൻ ദുഃഖിച്ചു. എന്തിന്? കുറച്ചധികം എടുക്കാമായിരുന്നു. എടുക്കാത്തവൻ ദുഃഖിച്ചു, അല്പമെങ്കിൽ അല്പം എനിക്കും എടുക്കാമായിരുന്നു എന്നാലോചിച്ചു. ഈ ഇൻഡസ്ട്രി, ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നവരും ദുഃഖിക്കും, ചെയ്യാത്തവരും ദുഃഖിക്കും. എങ്ങനെ ദുഃഖിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്യുന്നവൻ ദുഃഖിക്കുന്നത് എനിക്കൊന്നുകൂടി നന്നായി ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്
വേണമെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് ലൈൻ എടുത്ത് ആ ജീവനാന്തം വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് വേണമെങ്കിലും എടുക്കാം. അതാണ് ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകതമായിരുന്നത്. സോ ഞാൻ തെളിയിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് ഈ ഇൻഡസ്ട്രി ഏറ്റെടുക്കുക. പഠിച്ച് മാത്രം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാവുക. പഠിച്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഴുകുതിരി പോലെ തീരാനുള്ളതല്ല ജീവിതം. സൂര്യനെ പോലെ കത്തിച്ചൊലിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകിക്കൊണ്ട് 1000 കുടുംബങ്ങളെ എന്നും രാവിലെ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് സൂര്യനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലത്തിലേക്ക്